ശ്രീ ജയരാജ് സർ, ഒരു കാര്യം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ റോപ്പ് വേ, ഹെലിപാഡ്, എയർ ഡ്രോപ്പ്, ഇതൊക്കെ നമുക്ക് ആലോചിക്കാം. നമുക്കിപ്പോൾ വേണ്ടത് അടിസ്ഥാന സൗകര്യം, കുടിക്കാൻ വെള്ളം, രാവിലെ ഒന്ന് ശുചിമുറിയിൽ പോകാൻ വൃത്തിയുള്ള ശുചിമുറി, അതിനുള്ളിലൊരു ടാപ്പ്, പിന്നെ ന്യായമായ വിലയ്ക്ക് പൂജാ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, കൊള്ളയടിക്കാതെ പിഴിയാതെ പമ്പ വരെ യാത്ര ചെയ്യാൻ സാധാരണ ബസ്, ഇത്രയൊക്കെ തന്നുകൂടി അതിലെന്ത് ഹെഗിമണിയാണുള്ളത്? അതിന് മറുപടി പറയുന്നില്ലല്ലോ സാർ. സാധാരണ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റി ആയിട്ടാണ്. പക്ഷേ ഹിന്ദു മതം എന്ന് പറയുന്നത്, അല്ല ഹിന്ദുയിസം എന്ന് പറയുന്നത്, മതമെന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു പേഗൻ റിലീജനാണ്. 33 ദൈവങ്ങളും തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലത്തും ഇരിക്കുമെന്നൊക്കെ കരുതുന്ന ഒരു വിശ്വാസി ജനതയാണ് ഹിന്ദു സമൂഹത്തിലുള്ളത്. അവരെ എങ്ങനെയാണ് സെമിറ്റിക് മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അവരെ എങ്ങനെയാണ് സെമിറ്റിക് മതങ്ങളുടെ അധ്യക്ഷന്മാരും ഇവിടുത്തെ പൂജാരിമാരും ഇവിടുത്തെ തന്ത്രിമാരെയും കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞത് കണക്കല്ല, ഇത് ആരുടെയും കുത്തകയൊന്നുമല്ല. ആർക്കും എന്തിനെ വേണമെങ്കിലും ആരാധിക്കാം, എവിടെ വേണമെങ്കിലും ആരാധിക്കാം. അങ്ങനെയൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആരെങ്കിലും കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഇന്ന ദിവസം അമ്പലത്തിൽ വരണമെന്നോ, അമ്പലത്തിൽ പോകണമെന്നോ, ഇന്ന പഠന ക്ലാസ്സുകളിൽ പോകണമെന്നോ, അല്ലെങ്കിൽ ഗീതാ പഠന ക്ലാസ് സെമറ്റിക്കിലേക്ക് പേഗനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അടിസ്ഥാന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഈ ഹിന്ദു മതത്തിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിലോസഫിക്കലായി, നമുക്ക് താത്വികമായി അവലോകനം. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, ഭക്തരുടെ പണം കൊണ്ട് ഭക്തരുടെ പണം ലക്ഷക്കണക്കിന് വാരിക്കൂട്ടുന്ന ദേവസ്വം ബോർഡുകളും സർക്കാരുകളും ഭക്തർക്ക് മിനിമം സൗകര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? അത് മനഃപൂർവ്വമാണോ? നിങ്ങൾക്ക് ഇതൊക്കെ മതിയെന്നാണോ? നിങ്ങളുടെ പണം മാത്രം മതിയെന്നാണോ? അതിനങ്ങ് മറുപടി പറയുന്നില്ല. കുടിവെള്ളം കൊടുക്കൂ സാർ, ന്യായമായ ചാർജിന് ഗതാഗത സൗകര്യം ഒരുക്കൂ സാർ, ശുചിമുറിയിൽ വെള്ളം കൊടുക്കൂ സാർ, വേറൊന്നും വേണ്ട. അതിനങ്ങ് മറുപടി പറയുന്നില്ല. മറ്റൊരു ചർച്ച നമുക്കാകാം, മതങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ നമുക്കാകാം, മതപഠനം നമുക്കാവാം, പക്ഷെ ഇതിന് മറുപടി പറയൂ സാർ. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം പറയാൻ എനിക്ക് അവസരം തരൂ സാർ. പറയൂ. ഞാൻ പറയാം, ഇതിന് പറയാം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സമയം ചെലവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ശബരിമല പോകുന്നത്. അല്ലെങ്കിൽ അതിന് കോടതി ഉത്തരവ് വേണം. ആ കോടതി ഉത്തരവിൻ്റെ കടമ്പ കടന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന കണക്കോലെ ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഈ പറഞ്ഞ കണക്കോലെ പൈപ്പുകൾ സ്ഥാപിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ പറയുന്ന ഭക്തന്മാരുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പരമാവധി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവർക്ക് കുടിവെള്ളവും നല്ല ക്യൂവും ഒക്കെ ഏർപ്പെടുത്തുക, ഒന്നും തള്ളുമില്ലാതെ, തിക്കും തിരക്കും ഇല്ലാതെ അവരുടെ ആരാധനാമൂർത്തിയെ കണ്ട് വണങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക തന്നെയാണ് ഏതൊരു സർക്കാരും ചെയ്യേണ്ടത്. അവരുടെ ടോപ്പ് പ്രയോറിറ്റി അത് തന്നെയാണ്. ആ പ്രയോറിറ്റിയിൽ നിന്നൊന്നും ആരും മാറിപ്പോകുന്നില്ല. ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാകും. കാര്യം ഇത്രയധികം ജനങ്ങൾ വന്ന് മറിയുന്ന സ്ഥലമാണ്. ഞാൻ പറയുന്ന ഈ പണത്തിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ അൺഓതറൈസ്ഡ് എന്ന് ഞാൻ പറയുന്നില്ല, സമയം കഴിയുകയാണ്. നമുക്കിനി 3 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. 1.5 മിനിറ്റ് വീതം എനിക്ക് ശശികല ടീച്ചർക്കും ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിക്കും നൽകിയേ പറ്റുള്ളൂ. ഇപ്പോഴും അങ്ങ് സാങ്കേതിക ഒരു കാര്യത്തിൽ ഞാൻ അങ്ങ് അഭിനന്ദിക്കുന്നു. വളരെ ഗംഭീരമായി, ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം മന്ത്രിക്കോ ചെയ്യാൻ കഴിയാത്തത്ര മിടുക്കോടുകൂടി അങ്ങ് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളത്.